ഹായ് അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. കേരളത്തിലെ ഒട്ടുമിക്ക വീടുകളിലും ഉച്ചഭക്ഷണത്തിനോ അത്താഴത്തിനോ ഉണ്ടാക്കുന്ന ലളിതമായ കറിയാണ് മോരുകറി. മോരുകറിയുടെ കൂടെ ഈ ഒരു പച്ചക്കറി കൂട്ടി നോക്കൂ. അപ്പോൾ സ്വാദിഷ്ടമായ ഈ കറിയുടെ വിശേഷങ്ങളിലേക്ക് കടക്കുന്നതിന് മുമ്പായി എൻ്റെ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ. കൂടെ തന്നെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്യണം. ആദ്യം തന്നെ ഒരു മൺകലത്തിലേക്ക് 1 കപ്പ് അളവിൽ കട്ട് ചെയ്തെടുത്ത പപ്പായ എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് വേണ്ടത് അരിഞ്ഞു വെച്ച 2 പച്ചമുളകും കറിവേപ്പിലയുമാണ്. പിന്നെ 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/2 ടീസ്പൂൺ മുളക് പൊടിയും പിന്നെ പാകത്തിന് ഉപ്പും ചേർത്ത് കൊടുക്കാം. പിന്നെ വേണ്ടത് വെള്ളമാണ്. അത് 1/4 കപ്പോളം ഒഴിച്ചു കൊടുക്കാം. ഇനി ഇത് നന്നായി മിക്സ് ചെയ്തതിന് ശേഷം മൂടി വെച്ച് പാകം ചെയ്തെടുക്കാം. ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് വെന്ത് വരട്ടെ. ആ സമയം കൊണ്ട് ബാക്കിയുള്ള ചേരുവകൾ ചെയ്തെടുക്കാം. ഒരു മിക്സി ജാറിലേക്ക് 1 കപ്പ് നാളികേരം ചിരകിയത് ചേർക്കാം. പിന്നെ വേണ്ടത് 2 വെളുത്തുള്ളിയും 6 ചുവന്നുള്ളിയുമാണ്. അതും ചേർത്ത് കഴിഞ്ഞാൽ 1/2 ടീസ്പൂൺ നല്ല ജീരകം കൂടി ചേർത്ത് നന്നായി അരച്ചെടുക്കാം. അങ്ങനെ ഇത് ഫൈനായി അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് വേണ്ടത് നമ്മുടെ മോര് തന്നെയാണ്. അത് 1/4 കപ്പ് ചേർത്ത് കൊടുത്തിട്ട് വീണ്ടും മൂടി വെച്ച് അരച്ചെടുക്കണം. 1/2 മിനിറ്റ് മതിയാകട്ടോ ഇത് അരച്ചെടുക്കാൻ. അങ്ങനെ നമുക്ക് ഈ ഒരു പരുവത്തിലാണ് കിട്ടിയിരിക്കുന്നത്. ഇത് നമുക്കൊരു സൈഡിലേക്ക് മാറ്റി വെക്കാം. ഇപ്പോൾ പപ്പായ പാകമായി വന്നിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് നേരത്തെ അരച്ചെടുത്ത നാളികേരമാണ്. അത് ചേർത്ത് കൊടുത്തിട്ട് ലോ ഫ്ലെയിമിൽ വെച്ച് ചൂടാക്കിയെടുക്കാം. പിന്നെ മിക്സി ജാറിലേക്ക് കുറച്ചും കൂടി വെള്ളം ചേർത്ത് ആ അരപ്പ് മുഴുവനായും ചേർത്ത് കൊടുക്കാം കേട്ടോ. എന്നിട്ട് ഇത് നല്ലതുപോലെ ഒരു കയ്യിൽ വെച്ച് ഇളക്കി യോജിപ്പിച്ചെടുക്കണം. ഇപ്പോൾ ചെറുതായി കറി തിളച്ച് വരുന്നുണ്ട് കേട്ടോ. അങ്ങനെ മോരുകറി ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഇനി ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി വേണ്ടത് താളിക്കലാണ്. അതും കൂടി കഴിഞ്ഞാലാണ് മോരുകറി ഉഷാറാകുള്ളൂ. അപ്പോൾ അതിനു വേണ്ടി ചട്ടി ചൂടാകാൻ വെച്ചിട്ടുണ്ട്. ചട്ടി ചൂടായി വരുമ്പോൾ ഇതിലേക്ക് പാകത്തിന് വെളിച്ചെണ്ണയും ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ വെളിച്ചെണ്ണയും ചൂടായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ കടുക് ചേർത്ത് പൊട്ടിച്ചെടുക്കാം. ശേഷം 2 നുള്ളു ഉലുവയും 2 വറ്റൽമുളകും പിന്നെ കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്തിളക്കി കൊടുക്കാം. അങ്ങനെ താളിച്ചത് റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് മോരുകറിയിലേക്ക് ചേർത്തിളക്കി യോജിപ്പിച്ചെടുക്കാം. അങ്ങനെ രുചികരമായ പപ്പായ മോരുകറി ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. ഈ മോരുകറി നേരിയ എരിവുള്ളതും ചൂട് ചോറിനൊപ്പം കൂടി കഴിക്കാൻ സ്വാദേറിയതുമാണ്. അപ്പോൾ എല്ലാവരും ഈ റെസിപ്പി ട്രൈ ചെയ്ത് നോക്കണേ. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ അറിയിക്കാനും മറക്കരുത്. പിന്നെ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇൻഷാ അല്ലാഹ് നല്ലൊരു റെസിപ്പിയുമായിട്ട് നമുക്ക് നാളെ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.